ഡിയർ ഫ്രണ്ട്സ്, ജെയിംസ് അക്കാഡമിയുടെ അടുത്ത വീഡിയോ OET സ്പീക്കിംഗ് സബ് ടെസ്റ്റിനെ കുറിച്ചാണ്. OET സ്പീക്കിംഗിൽ നമുക്ക് എല്ലാവർക്കും അറിയാം 2 റോൾ പ്ലേ കാർഡ്സ് ആണ് നമ്മൾ പെർഫോം ചെയ്യേണ്ടത്. ഈ 2 റോൾ പ്ലേ കാർഡ്സും ഡിഫറെന്റ് ഹെൽത്ത് കെയർ സിനാരിയോസ് ആയിരിക്കും. അത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ എങ്ങനെയാണോ കാണുന്നത് അതേ രീതിയിൽ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് വരുന്നത്. അതായത് ഒരു പേഷ്യന്റ് നേഴ്സ് കോൺവെർസേഷൻ അതാണ്. അപ്പോൾ ഇതില് നമ്മുടെ സ്കോർ കൂട്ടണമെങ്കിൽ നമ്മൾ നന്നായിട്ട് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് ഇൻട്രപ്ഷൻസ് ഇല്ലാതെ നാച്ചുറൽ ആയിട്ട് സംസാരിക്കാൻ പറ്റണം. അതിനു വേണ്ടിയിട്ട് നമുക്കൊരു എളുപ്പ വഴിയുണ്ട്. അതായത് നമ്മുടെ റോൾ പ്ലേ കാർഡ്സ് അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വളരെ കോമൺ ആയിട്ട് കാണുന്ന കുറെ വേർബ്സ് ഉണ്ട് അല്ലെ. ഈ വേർബ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ OET സ്പീക്കിങ്ങിന്റെ സ്കോർ കൂട്ടാൻ വേണ്ടി പറ്റും. അതിനകത്ത് ഞാൻ ഇന്ന് സെലക്ട് ചെയ്തേക്കുന്ന വേർബ്സ് എന്ന് പറയുന്നത് പേഷ്യന്റിനോട് അല്ലെങ്കിൽ പേഷ്യന്റിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേർബ്സ് ആണ്. അതെങ്ങനെ വളരെ ഭംഗിയായിട്ട് പേഷ്യന്റിനോട് ചോദിക്കാൻ വേണ്ടി പറ്റും, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് OET സ്പീക്കിംഗ് കാർഡ്സിൽ സാധാരണഗതിയിൽ കാണപ്പെടുന്ന വേർബ്സ് എന്തൊക്കെയെന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു സാമ്പിൾ ക്യൂ കാർഡ് എടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ആദ്യം നോക്കിയേ, ഫൈൻഡ് ഔട്ട് എന്നുള്ളത് ഒരു വേർബാണ്, റിക്വസ്റ്റ് എന്നുള്ളത് വേർബാണ്, വീണ്ടും ഫൈൻഡ് ഔട്ട് വന്നേക്കുന്നുണ്ട്. പിന്നെ എക്സ്പ്ലെയിൻ, ഹൈലൈറ്റ്, റീഅഷ്വർ, സജസ്റ്റ് ഇങ്ങനെയുള്ള വേർഡ്സുകൾ സാധാരണയായിട്ട് വളരെ കോമൺ ആയിട്ട് നമ്മുടെ റോൾ പ്ലേ കാർഡ്സിൽ കാണുന്നതാണ്. അപ്പോൾ ഈ ഓരോ വേർബ്സും ഡിമാൻഡ് ചെയ്യുന്നത് ഓരോ ഫംഗ്ഷൻ ആണ്. ഇപ്പൊ ഫൈൻഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ പേഷ്യൻസിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുള്ളതാണ്. പിന്നെ എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസിന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള വേർബാണ്. പിന്നെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം എംഫസൈസ് ചെയ്ത് പറയാനുള്ള ഒരു വേർബാണ്. അതുപോലെ റീഅഷ്വർ എന്ന് പറഞ്ഞാൽ പറഞ്ഞൊരു കാര്യം അവർക്ക് അഷുറൻസ് കൊടുക്കുക എന്നുള്ളതാണ്, അതായത് അവരെ ഒന്ന് സമാധാനിപ്പിക്കുക എന്നുള്ളതാണ്. സജസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം റെക്കമെൻഡ് ചെയ്യുന്നു, ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ പറയാൻ ഉപയോഗിക്കുന്ന വേർബാണ് സജസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പല വിധത്തിലുള്ള വേർബ്സ് നമ്മുടെ OET സ്പീക്കിംഗ് കാർഡ്സിൽ നിങ്ങൾക്ക് ഫ്രീക്വന്റ് ആയിട്ട് കാണാം. അതില് നമ്മൾ ഇന്ന് ഇവിടെ എടുത്തേക്കുന്ന ഇൻഫർമേഷൻ, പേഷ്യന്റിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി സാധാരണയായി കാണപ്പെടുന്ന വേർബ്സ് ആണ്. അതായത് ഫൈൻഡ് ഔട്ട്, ആസ്ക്, ഇൻക്വയർ, ചെക്ക്, റിക്വസ്റ്റ് ഇങ്ങനെയുള്ള വേർബ്സ് ആണ് സാധാരണഗതിയിൽ ക്യൂ കാർഡ്സിൽ അവര് പേഷ്യന്റിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള വേർബ്സ് കണ്ടാൽ ആ പർട്ടിക്കുലർ വേർബിനെ എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ രൂപേണ ചോദിക്കേണ്ടത് എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ചെയ്യുന്നത്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ക്യൂ കാർഡ് ഇവിടെ എടുത്തേക്കുന്ന അതിന്റെ ഒരു പോയിന്റ്, റിക്വസ്റ്റ് മോർ ഡീറ്റെയിൽസ് അബൌട്ട് ഹെർ സിംറ്റംസ്. അതായത് പേഷ്യന്റിൽ നിന്ന് സിംറ്റംസിനെ കുറിച്ച് മോർ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതിനകത്ത് നമ്മൾ അറിയേണ്ട ഇൻഫർമേഷൻ എന്തൊക്കെയാന്ന് വെച്ചാൽ ഓൺസെറ്റ് അറിയണം, ഹൗ ഇറ്റ് അഫക്ട്സ് ദെയർ ഡേ, എങ്ങനെയാണ് അവരുടെ ഓരോ ദിവസത്തെ അത് ബാധിക്കുന്നത്, ആൻഡ് റെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. അപ്പൊ ഇത് പേഷ്യന്റിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യേണ്ട അപ്പൊ ഇതെങ്ങനെ വളരെ പൊളൈറ്റ് ആയിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഫ്രെയിം ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇവിടെ തന്നേക്കുന്ന ഒരു മെത്തേഡ് ദ മോസ്റ്റ് പൊളൈറ്റ് വേ ആണ്. നോക്കിയേ, ഐ വുഡ് ലൈക്ക് ടു ഫൈൻഡ് ഔട്ട് മോർ അബൌട്ട് യുവർ സിംറ്റം. ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ് അല്ലെ, നിങ്ങളുടെ സിംറ്റംസിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആൻഡ് വുഡ് യു മൈൻഡ് ടെല്ലിങ് മീ വെൻ ഇറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ ആ ഓൺസെറ്റ് ആദ്യത്തെ പോയിന്റ് മാത്രം, വുഡ് യു മൈൻഡ് ടെല്ലിങ് മീ, അത് വുഡ് യു മൈൻഡ് ടെല്ലിങ് മീ ഈസ് വെരി പൊളൈറ്റ് വേ ആണ് നമ്മൾ പേഷ്യന്റിനോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴാണ് ഇത് തുടങ്ങിയേ എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാമോ എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന ഫ്രേസസ് ഐ വുഡ് ലൈക്ക് ടു ഫൈൻഡ് ഔട്ട് ഉപയോഗിക്കാം. അതുപോലെ വുഡ് യു മൈൻഡ് ടെല്ലിങ് മീ എന്നുള്ള ഫ്രേസും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പോയിന്റ്സ്, ബുള്ളറ്റ് പോയിന്റ്സ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രേസസ് ആണ് ഇത്. ഇനി ഇതിനകത്തൊരു പോയിന്റ് എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, ഇങ്ങനെ ബ്രാക്കറ്റിൽ കുറെ പോയിന്റ്സ് കിടക്കുമ്പോൾ ഇതെല്ലാം കൂടി ഒരു ക്വസ്റ്റ്യനിൽ കുത്തി നിറക്കരുത്. അതായത് ഇവിടെ ഓൺസെറ്റ് ഉണ്ട്, അവരുടെ ഒരു ഡേയിൽ എങ്ങനെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതുണ്ട്, അത് റെസ്റ്റ് ചെയ്യുമ്പോൾ കുറയുന്നുണ്ടോ, ഇങ്ങനെ 3 പോയിന്റ്സ് ഇതെല്ലാം കൂടി ഒറ്റ ക്വസ്റ്റ്യനിൽ ചോദിക്കരുത്. 1 by 1 ആയിട്ട് ചോദിക്കുക. ആദ്യം ഇത് എപ്പോഴാണ് തുടങ്ങിയതെന്ന് ചോദിക്കുക, അതിന്റെ ആൻസർ കിട്ടിയതിന് ശേഷം മാത്രം അതെങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുക, ആൻഡ് അതിനും ആൻസർ കിട്ടിയതിന് ശേഷം മാത്രം
എന്താണ് മൂന്നാമത്തെ പോയിന്റിലോട്ട് കയറുക. അങ്ങനെ ചോദിക്കാവുള്ളേ. എല്ലാ ക്വസ്റ്റ്യനും ഒരുമിച്ച് ചോദിക്കുന്നത് തെറ്റാണ് OET സ്പീക്കിങ്ങിൽ. അടുത്ത ക്യൂ കാർഡിലേക്ക് പോകുന്നതിന് മുന്നേ ജെയിംസ് അക്കാഡമിയിലെ OET ക്ലാസ്സസിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരാം. ബിഗിനേഴ്സ് ബാച്ച് ആദ്യമായിട്ട് OET പഠിക്കുന്നവർക്ക് 3 മാസത്തെ ഓൺലൈൻ ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ചിലപ്പോൾ ആദ്യത്തെ തവണയൊന്നും എഴുതി കിട്ടാത്ത കുട്ടികൾക്ക്, അല്ലെങ്കിൽ 1-2 തവണ എഴുതി കിട്ടാത്ത കുട്ടികൾക്ക് അവരുടെ വീക്ക് മൊഡ്യൂളിൽ കുറച്ചും കൂടി അറ്റൻഷൻ കൊടുത്തുകൊണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന റിപ്പീറ്റേഴ്സ് ബാച്ച് ഉണ്ട്. അത് 2 months ഓൺലൈൻ ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്സാം ഡേറ്റ് ഓൾറെഡി എടുത്ത കുട്ടികൾക്ക് 1 month ഇന്റൻസീവ് ക്രാഷ് കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും സിംഗിൾ മൊഡ്യൂളിൽ ഏതെങ്കിലും ഒരു 1-2 പർട്ടിക്കുലർ മൊഡ്യൂളിൽ ക്ലാസ്സസ് വേണമെങ്കിൽ അത് ഇൻഡിവിജ്വൽ ക്ലാസ്സസ് ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈവൻ റീഡിങ്ങും ലിസണിങ്ങും ഒക്കെ തന്നെ ഇൻഡിവിജ്വൽ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം മൾട്ടിപ്പിൾ ടൈംസ് റീഡിങ്ങും ലിസണിങ്ങും എഴുതിയിട്ട് കിട്ടാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അവർക്കെല്ലാം ഈ പറയുന്ന 1-to-1 ക്ലാസ്സസ്, ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ട്രെയിനേഴ്സാണ് ക്ലാസ്സസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ നെഗറ്റീവ്സ് എന്തൊക്കെയാണ്, നിങ്ങൾ വരുത്തുന്ന മിസ്റ്റേക്സ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി നിങ്ങളുടെ ട്രെയിനർക്ക് അത് പറ്റും. അങ്ങനെ ഒരുപാട് കുട്ടികൾ നമ്മുടെ ഈ ഒരു ക്ലാസ് കൊണ്ട് പാസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം വേണ്ടി നിങ്ങൾ ഈ ക്ലാസ്സസിന് നിങ്ങൾക്ക് അവൈലബിൾ ആവാൻ വേണ്ടി സ്ലൈഡിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക് യു. ഇനി നമുക്ക് അടുത്ത ക്യൂ കാർഡിലോട്ട് പോവാം. ഫൈൻഡ് ഔട്ട്, വീണ്ടും സെയിം, ഫൈൻഡ് ഔട്ട് റെലവെന്റ് പേഷ്യന്റ് ഡീറ്റെയിൽസ്. മിക്ക ക്യൂ കാർഡിലും കാണുന്ന ഒരു പോയിന്റ് ആണ് അല്ലെ ഇത്, ഫൈൻഡ് ഔട്ട് റെലവെന്റ് പേഷ്യൻസ് ഡീറ്റെയിൽസ്. അപ്പൊ എന്ത് ചോദിക്കാം? കെൻ ഐ ആസ്ക് യു a few questions ഫോർ ദ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് യുവർ സിറ്റുവേഷൻ. അതായത് നേരത്തെ ക്യൂ കാർഡ് ഏകദേശം ഇതുപോലെ തന്നെ, ഒന്നുകിൽ ആ രീതിയിൽ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാം, അല്ല എങ്കിൽ ഇങ്ങനെയും ചോദിക്കാം. അതായത് can I ask you a few questions? കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചോട്ടെ. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളത് ബ്രാക്കറ്റിലുണ്ട്. ഇയേഴ്സ് ഓഫ് സ്മോക്കിംഗ്, ഡെയിലി കൺസംഷൻ, പ്രീവിയസ് സെസേഷൻ അറ്റംപ്റ്റ്സ്, റീസൺ ഫോർ സെസേഷൻ. ഇത് ഞാൻ പറഞ്ഞ പോലെ വീണ്ടും 1 by 1 ആയിട്ടേ ചോദിക്കാൻ പാടുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ജനറൽ ആയിട്ട് ഒരു പോയിന്റ് നിങ്ങൾക്ക് ചോദിക്കാൻ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാം. Can I ask you a few questions for the better understanding of your situation? ക്ലിയർ ആയില്ലേ? ഇനി വീണ്ടും വേറൊരു ക്യൂ കാർഡാണ്. ഫൈൻഡ് ഔട്ട് ദ റീസൺ ഫോർ ദ പേഷ്യൻസ് വിസിറ്റ്. കോമൺ അല്ലേ? അപ്പൊ ഇതെങ്ങനെ ചോദിക്കാം? മേ ഐ നോ ദ റീസൺ ഫോർ യുവർ വിസിറ്റ്. വളരെ കോമൺ ആൻഡ് സിമ്പിൾ വേ. മേ ഐ നോ. ഈ മേ ഐ നോയും വളരെ പൊളൈറ്റ് ഫോം ആണ്. മേ ഐ നോ ദ റീസൺ ഫോർ യുവർ വിസിറ്റ്. ഇനി നമുക്ക് അടുത്ത ക്യൂ കാർഡ് നോക്കിയാലോ. ആസ്ക് ഇഫ് എനി അതർ പേഷ്യൻസ് കൺസേൺ. ചിലപ്പോൾ ഉണ്ടാവും പേഷ്യൻസിന് വേറെ എന്തെങ്കിലും കൺസേൺ ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ ചോദിക്കാം? കുഡ് യു പ്ലീസ് ലെറ്റ് മീ നോ ഇഫ് യു ഹാവ് എനി സ്പെസിഫിക് കൺസേൺ. കുഡ് യു പ്ലീസ്, വീണ്ടും പൊളൈറ്റ് ഫോം ആണ്. കുഡ് യു പ്ലീസ് ലെറ്റ് മീ നോ ഇഫ് യു ഹാവ് എനി സ്പെസിഫിക് കൺസേൺസ്. ഇത് നമുക്ക് ഒരു പോയിന്റ് പറഞ്ഞ് അടുത്ത പോയിന്റ്, അതായത് നമ്മൾ പറഞ്ഞ പോയിന്റ് പേഷ്യന്റിന് ക്ലിയർ ആയോ എന്ന് ചോദിക്കാൻ വേണ്ടിയും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, അല്ലെ എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാമോ എന്നുള്ളതാണ് ഇതിന്റെ മീനിങ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് കിട്ടിയാലും അല്ലെങ്കിൽ പേഷ്യന്റിന്റെ അണ്ടർസ്റ്റാൻഡിങ് ചെക്ക് ചെയ്യാനും നിങ്ങൾക്ക് എന്തുപയോഗിക്കാം? കുഡ് യു പ്ലീസ് ലെറ്റ് മീ നോ ഇഫ് യു ഹാവ് എനി സ്പെസിഫിക് കൺസേൺസ്. ഇനി നമുക്ക് അടുത്തൊരു ക്യൂ കാർഡ് നോക്കാം. കൺഫേം ദ പേഷ്യന്റ് ഈസ് സ്കെഡ്യൂൾഡ് ടു ഹാവ് എ ട്രാൻസ് ഈസോഫേജിയൽ എക്കോകാർഡിയോഗ്രാം. ഫൈൻഡ് ഔട്ട് ഇഫ് ദ പേഷ്യന്റ് ഹാസ് ഹാഡ് വൺ ബിഫോർ. അപ്പൊ എന്താ പറയുന്നത്? ട്രാൻസ് ഈസോഫേജിയൽ എക്കോകാർഡിയോഗ്രാമിന് സ്കെഡ്യൂൾഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ്. ആൻഡ് അവർ നേരത്തെ ഈ ഒരു എക്കോ എടുത്തിട്ടുണ്ടോ എന്നാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. അതായത് പേഷ്യന്റിൽ നിന്ന് അറിയാൻ പറയുന്നത്. അതെങ്ങനെ ചോദിക്കാം? ഹാവ് യു ഹാഡ് ആൻ എക്കോകാർഡിയോഗ്രാം ബിഫോർ. അതായത് വളരെ സ്ട്രെയിറ്റ് ആണ്. പിന്നെ നേരത്തെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നത് ചോദിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഫ്രേസ്, ഹാവ് യു ഹാഡ് എന്നുള്ള ഫ്രേസ് ഉപയോഗിക്കാം. ഹാവ് യു ഹാഡ് ആൻ എക്കോകാർഡിയോഗ്രാം ബിഫോർ, ഹാവ് യു ഹാഡ് ആൻ ECG ബിഫോർ. നമുക്ക് പല ക്യൂ കാർഡ് ഉണ്ടല്ലേ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രൊസീജിയർ നേരത്തെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹാവ് യു ഹാഡ് ഫൈനലൈസ് ചെയ്യാം.
അപ്പോൾ പേഷ്യൻസിന്റെ അടുത്ത് നിന്ന് ഇൻഫർമേഷൻ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ പറഞ്ഞേക്കുന്നതിൽ ഏത് രീതിയിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാം. പൊളൈറ്റ് വേ ഉണ്ട്, സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഫ്രെയിം ചെയ്യാം. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓരോ ക്യൂ കാർഡ് കിട്ടുമ്പോഴും അല്ലെങ്കിൽ ഒരു 5-6 ക്യൂ കാർഡ് ഒരുമിച്ചെടുത്ത് ഇങ്ങനെയുള്ള വേർബ്സ് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. പേഷ്യന്റിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുള്ള വേർബ്സ് ഐഡന്റിഫൈ ചെയ്യും. എന്നിട്ട് ഇതിൽ ഞാൻ പറഞ്ഞേക്കുന്ന ഓരോ ക്വസ്റ്റ്യനും അതിനകത്തോട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്താ കുറച്ച് നാൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഞാൻ ചെയ്യുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ എന്താണ്, അടുത്ത വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും, നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി പറ്റും. താങ്ക്